എല്ലാവരും നിശബ്ദരായിരിക്കണമെന്ന വിഷയം. അഭിമന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, ലോകോത്തര നടനും നമ്മുടെ അഭിമാനവുമായ ശ്രീ മോഹൻലാൽ, വേദിയിലിരിക്കുന്ന പ്രഗത്ഭമതികൾ സലിംകുമാർ ഹൈബീഡൻ, റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, ശ്രീ എസ് ശർമ്മ, ശ്രീ കെ എം ദിനകരൻ, ശ്രീമതി സിന്ധു നാരായണൻകുട്ടി, സ്വാഗത പ്രഭാഷണം നടത്തിയ ശ്രീ രമേഷ് ടി കുറുപ്പ്, ശ്രീ എൻ എസ് റെഡ്ഡി, എന്റെ മുമ്പിൽ ഇരിക്കുന്ന സുമനസ്സുകളെ എല്ലാവർക്കും എന്റെ അഭിവാദനം. വി ഡി സതീശൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി ഒരത്ഭുതം. മന്ത്രിയാകുന്നതിന് മുമ്പ്, മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇത്രയധികം ജനപ്രീതി നേടിയ മറ്റൊരാളും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. ആ ജനപ്രീതി അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ട്, പെരുമാറ്റം കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും ഉണ്ടായതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ 4 വഴികൾ കടന്നു പോകണം. 1 ശ്രദ്ധ, 2 യജ്ഞം, 3 ഉപാസന, 4 നമ്മൾ എത്തിച്ചേരുന്ന ജ്ഞാനാധികാരം എന്ന പരമമായ പദ്ധതി. ആദ്യം വേണ്ടത് ശ്രദ്ധയാണ്. എന്താണ് തന്റെ ലക്ഷ്യം? ആ ലക്ഷ്യത്തിൽ ശ്രദ്ധ വയ്ക്കുക. രണ്ടാമതായി യജ്ഞമാണ്. ആഗ്രഹിച്ചാൽ മാത്രം ഒന്നും നേടാൻ സാധ്യമല്ല. നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. ആ യജ്ഞം നിസ്സാരമല്ല. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വരും. എന്നാലും ഒട്ടും പതറാതെ തന്റെ ലക്ഷ്യത്തിൽ മുന്നേറാനായിട്ട് യജ്ഞിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ ഉപാസന, നമ്മുടെ ലക്ഷ്യത്തെ ഉപാസിക്കുക. അവിടെയാണ് നമ്മൾ, അത് കഴിഞ്ഞാൽ നമ്മൾ ജ്ഞാനാധികാരം എന്ന പദവിയിലെത്തും. അത് ജ്ഞാനത്തിൽ നിന്ന് നമ്മൾ നേടുന്ന അധികാരം. ഞാനീ പറയുന്ന ഏറ്റവും വലിയ ഉദാഹരണം എന്റെ മനസ്സിലുള്ളത് മോഹൻലാൽ തന്നെയാണ്. ശ്രദ്ധയും യജ്ഞവും ഉപാസനയും കൊണ്ടാണ് അത് ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നത്. ഇന്നും ഇത്രയും തിരക്കിലും രാവിലെ 6 മണിക്ക് ഒരു ഷോട്ട് എടുക്കണം എന്ന് ലാലിനോട് പറഞ്ഞാൽ കൃത്യമായി അദ്ദേഹം 6 മണിക്ക് ലൊക്കേഷൻ ചെയ്യും. അവിടെയൊക്കെ പ്രസക്തിയോ സമയക്കുറവോ ഒന്നും പ്രശ്നമാവുകയില്ല. അതുകൊണ്ട് അതേപോലെ തന്നെ തന്റെ കർമ്മപഥത്തിൽ യാതൊരു പതർച്ചയുമില്ലാതെ നീങ്ങുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ വി ഡി സതീശൻ. എനിക്ക് ഒരനുഭവമുണ്ട്. ഇവിടെ എന്റെ ഗാനരചനയെ കുറിച്ച് പറഞ്ഞു, സംവിധാനത്തെ കുറിച്ച്. ഞാൻ സ്വന്തമായിട്ട് 26 സിനിമകൾ നിർമ്മിച്ച ഒരു നിർമ്മാതാവാണ്. ഈ 26 സിനിമകളിൽ പകുതിയധികം പരാജയങ്ങളായിരുന്നു, സാമ്പത്തിക പരാജയങ്ങളായിരുന്നു. ഓരോ ചിത്രവും പരാജയപ്പെടുമ്പോൾ പതർച്ച ഉണ്ടാവും. പക്ഷേ അവിടെ തലകുനിക്കാതെ മുന്നോട്ട് പോവുകയും എതിർപ്പുകളിലൂടെ മുന്നോട്ട് പോവുകയും ഇപ്പോഴും സാമാന്യം ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന ഈ പ്രായത്തിന് അതിന് കാരണം ഞാൻ വായിച്ച ഒരു അനുഭവ കഥയാണ്. ഇന്ത്യയിലെ പ്രശസ്ത തത്വജ്ഞാനിയും രാഷ്ട്രീയ നേതാവായിരുന്ന ഡോക്ടർ കെ എം മുനിഷി ഭാരത വിദ്യാഭവൻ സ്ഥാപിച്ച ആളാണ്. കെ എം മുനിഷിയുടെ ഒരു ചെറിയ മാസിക ഈ ഭാരത വിദ്യാഭവൻ ഇറങ്ങുള്ളൂ, ഭവൻസ് ജേർണൽ എന്നാണ് എൻ്റെ പേര്. അതിൽ വന്ന ഒരു അനുഭവ കഥയാണ്.
ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിൽ പകർത്താവുന്ന കഥയാണ്. ഒരു തീവണ്ടിയിൽ ഒരാൾ യാത്ര ചെയ്യുന്നു. അയാൾ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ്. ഒരു ബിസിനസ്സുകാരനായിരുന്നു, ബിസിനസ് എല്ലാം തകർന്നു, പണമില്ലാതെയായി, ദുഃഖത്തിലായി, നാട്ടിൽ നിൽക്കാൻ കഴിയാതായി. അങ്ങനെ എവിടേക്ക് പോകണമെന്നറിയാതെ നാട് വിടുകയാണ്. അത് അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹം കരയുന്നു, എഴുന്നേറ്റ് കരയുന്നു, പല കാര്യങ്ങൾ ഓർക്കുന്നു, എഴുന്നേറ്റ് നടക്കുന്നു. അപ്പൊ തൊട്ട് എതിരിൽ വേറൊരു യാത്രക്കാരൻ ഈ ഇദ്ദേഹത്തിന്റെ വൈകാരിക ഭാവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ആ നിശബ്ദനായിട്ടിരിക്കുന്ന അദ്ദേഹം നമ്മുടെ കഥാപാത്രത്തെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ തകർന്നവനാണ്, എന്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു, എന്റെ ബിസിനസ് തകർന്നുപോയി, നാട്ടിൽ നിൽക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് ഞാൻ നാട് വരികയാണ്. എന്നിട്ട് അദ്ദേഹം ഈ എതിർഭാഗത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, താങ്കൾ ഭാഗ്യവാനാണ് അല്ലേ, താങ്കൾ ജീവിതത്തിൽ വിജയിച്ചാലാണ് താങ്കളുടെ ചിരി കണ്ടവരെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, അല്ല, ഞാൻ നിങ്ങളെക്കാൾ തകർന്നവരാണ്. നിങ്ങൾക്ക് വ്യവസായം നഷ്ടപ്പെട്ടതേ ഉള്ളൂ, പക്ഷെ എനിക്ക് എന്റെ വ്യവസായം നഷ്ടപ്പെട്ടു, എന്റെ ഭാര്യ പോലും എന്നെ ഉപേക്ഷിച്ചു പോയി, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അയ്യോ, അത്ഭുതമായിരിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ നിസ്സംഗരായിട്ട് സന്തോഷവാനായിട്ടിരിക്കാൻ കഴിയുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഉപദേശം തരാം, തകർച്ചയിൽ ഒരിക്കലും ദുഃഖിക്കരുത്. ഏത് തകർച്ചയെയും സമചിത്തതയോടെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. അതെങ്ങനെയാണ്? അപ്പോ സുഹൃത്ത് പറഞ്ഞു, സഹയാത്രികൻ പറഞ്ഞു, ജമ്പ് അറ്റ് ദ കറക്റ്റ് ടൈം ടു ഗെറ്റ് ക്യാച്ച് ഇറ്റ്. കൃത്യസമയത്ത് ചാടിയാൽ മുകളിലുള്ളവർ പിടിക്കാൻ സാധിക്കും. അപ്പോ അതെങ്ങനെ കൃത്യസമയം എങ്ങനെ തിരിച്ചറിയുക? അപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, കീപ് ഓൺ ജമ്പിങ്, കീപ് ഓൺ ജമ്പിങ്. ചാടിക്കിട്ടേയിരിക്കുക, ഒരിക്കൽ പിടിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിന്റെ യാത്രയിൽ എനിക്ക് പറയാനുള്ള ഇതാണ്, കീപ് ഓൺ ജമ്പിങ്.